ഈ ഗൾഫ് സംഘർഷത്തിന് പിന്നാലെ തന്നെ വ്യോമഗതാഗതം, വിമാന സർവീസ്, മിഡിൽ ഈസ്റ്റിൽ നിന്ന് ഇവിടേക്കുള്ള വിമാന സർവീസുകളൊക്കെ ഏറെക്കുറെ താറുമാറായ ഒരു അവസ്ഥയിൽ തന്നെയായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇതാ 4ാം ദിവസത്തിലേക്ക് എത്തുമ്പോൾ അതിൽ ചിലയിടങ്ങളിലേക്ക് സർവീസ് ആരംഭിക്കുന്നു എന്ന ആശ്വാസകരമായ ഒരു വാർത്ത കൂടി വരുന്നുണ്ട്. കൊച്ചിയിലേക്ക് പോയാൽ കൊച്ചിയിൽ നിന്ന് മസ്കറ്റിലേക്ക് വിമാന സർവീസ് പുനരാരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്ന വിവരങ്ങൾ വരുന്നുണ്ട്. ഒമാൻ എയർവേസിന്റെ വിമാനങ്ങൾ ഇന്ന് രാവിലെ 8:10 പുറപ്പെട്ടു. ഇതോടൊപ്പം എയർ ഇന്ത്യ എക്സ്പ്രസും സർവീസ് പുനരാരംഭിച്ചിട്ടുണ്ട്. എയർ ഇന്ത്യയുടെ ആദ്യ സർവീസ് തിരുച്ചിറപ്പള്ളിയിൽ നിന്ന് മസ്കറ്റിലേക്കാണ് നടക്കുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നോക്കാം. വിമാനത്താവളങ്ങൾ പഴയ രീതിയിലേക്ക് സർവീസുകൾ നടത്തുന്നതിലേക്ക് പോവുകയാണോ എന്നൊക്കെ നോക്കാം. നിധിൻ സേവർ വിവരങ്ങൾ നൽകാനായി ചേരുകയാണ്. നിധിൻ, കൊച്ചി വിമാനത്താവളത്തിൽ, നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നിന്ന് ഇന്ന് മിഡിൽ ഈസ്റ്റിലേക്ക് ഏതൊക്കെ സർവീസുകളുണ്ട്? ഈ സംഘർഷത്തെ തുടർന്ന് നിർത്തിവെച്ചിരുന്ന വിമാന സർവീസുകൾ അത് പതുക്കെ പുനരാരംഭിക്കുന്നതാണ്. കഴിഞ്ഞ ദിവസവും നമ്മൾ അബുദാബിയിൽ നിന്നുള്ള വിമാനമൊക്കെ വരുന്നത് കണ്ടു. അപ്പോൾ ഇന്ന് ഈ പതുക്കെ ഈ വിമാന സർവീസുകളൊക്കെ തന്നെ ഭാഗികമായെങ്കിലും പുനരാരംഭിക്കുന്നുണ്ട്. മസ്കറ്റിലേക്കുള്ള വിമാന സർവീസാണ് തുടങ്ങുന്നത്. ഒമാൻ എയറിൻ്റെ വിമാനമാണ് 8:10 ഇപ്പോൾ ഒരെണ്ണം പുറപ്പെട്ടിട്ടുള്ളത്. ഉച്ചയ്ക്കും ഒരെണ്ണം പുറപ്പെടുന്നുണ്ട്. ഇവിടെ നമുക്ക് ഇപ്പോൾ ഈ വിദേശത്ത് നിലയിൽ ഡൽഹിയിൽ നടക്കുമുള്ള ആളുകൾ, ദുബായിൽ നിന്നും മറ്റുമൊക്കെ ഡൽഹിയിൽ വന്ന ശേഷം അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വരുന്ന ആളുകളെ നമുക്ക് കാണാൻ സാധിക്കും. അല്പം മുൻപ് ഡൽഹിയിൽ നിന്ന് ഒരു വിമാനം വന്നിരുന്നു. ഒപ്പം ഇനിയിപ്പോൾ 8:45 ഒരു വിമാനം കൂടി ഡൽഹിയിൽ നിന്ന് വരുന്നുണ്ട്. അതിലും ഈ അബുദാബി അടക്കമുള്ള സ്ഥലങ്ങളിൽ നിന്ന് വരുന്ന ആളുകളാണ്. ഇപ്പോൾ ഒമാൻ എയറിൻ്റെ വിമാനങ്ങളാണ് 8:10 ഉച്ചയ്ക്ക് 1:45 പുറപ്പെടുന്നത്. 8:10 വിമാനം പുറപ്പെട്ടിട്ടുണ്ട്. 1:45 ഒരു വിമാനം കൂടി പുറപ്പെടുന്നുണ്ട്. എയർ ഇന്ത്യ എക്സ്പ്രസ് സർവീസ് പുനരാരംഭിച്ചിട്ടുണ്ട്. ആദ്യ വിമാനം തിരുച്ചിറപ്പള്ളിയിൽ നിന്നും മസ്കറ്റിലേക്കാണ് പോകുന്നത്. രാവിലെ 10:35 വിമാനം പുറപ്പെടുക. അത് തിരുച്ചിറപ്പള്ളിയിൽ നിന്നാണ് എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ ആദ്യത്തെ സർവീസ് ഇന്നത്തെ നടക്കുന്നത്. സൗദി എയർവേസിന്റെ റിയാദിലേക്കുള്ള വിമാനം രാവിലെ 8:20 കൊച്ചിയിൽ നിന്നും പുറപ്പെട്ടിട്ടുണ്ട്. ഒപ്പം മസ്കറ്റിൽ നിന്നും കൊച്ചിയിലേക്കുള്ള ഒമാൻ എയർ വിമാനം 7:40 ഇവിടെ എത്തിയിട്ടുമുണ്ട്. മറ്റ് ഗൾഫ് രാജ്യങ്ങളിലേക്കൊന്നും നിലവിൽ വിമാന സർവീസുകൾ തുടങ്ങിയതായി അറിയിച്ചിട്ടില്ല. 9:30 ആകുമ്പോഴേക്കും സിയാലിൻ്റെ ഒരു ഔദ്യോഗിക പ്രതികരണം ഇതുമായി ബന്ധപ്പെട്ട് വരും. ഇന്നത്തെ ഏതൊക്കെ ഫ്ലൈറ്റുകളാണ് ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളത് അടക്കമുള്ള കാര്യങ്ങൾ 9:30 കൂടി തന്നെ സിയാലിൽ നിന്ന് ഔദ്യോഗികമായി ചെറിയ രീതിയിലെങ്കിലും ഈ സർവീസുകൾ പുനരാരംഭിക്കുന്നത് യാത്രക്കാരെ സംബന്ധിച്ച് വലിയ ആശ്വാസം തന്നെയാണ്. ഇപ്പോൾ മസ്കറ്റിലേക്കും അതുപോലെ തന്നെ റിയാദിലേക്കുമാണ് വിമാന സർവീസുകൾ ഇന്നുള്ളത്. അപ്പോൾ മറ്റിടങ്ങളിലേക്ക്, മറ്റ് ഗൾഫ് രാജ്യങ്ങളിലേക്ക് വരും ദിവസങ്ങളിൽ സർവീസ് നടത്താൻ സാധ്യതയുണ്ടെന്നാണോ ലഭ്യമാകുന്ന വിവരങ്ങൾ? തീർച്ചയായും അങ്ങനെ തന്നെയാണ് കരുതേണ്ടത്. കഴിഞ്ഞ ദിവസം അബുദാബിയിൽ നിന്നുള്ള വിമാനം ഇന്നലെ രാത്രിയോടെ കൊച്ചിയിലേക്ക് എത്തിയിരുന്നു. അടിയന്തര വിമാനം, അത് ട്രാൻസിറ്റ് വിസയിൽ അടക്കം എത്തിയ, ദുബായിൽ നിന്നും അടക്കം അബുദാബിയിൽ എത്തിയവരും ഒപ്പം അബുദാബിയിൽ നിന്നും കൊച്ചിയിലേക്ക് വരാനായി ടിക്കറ്റ് ബുക്ക് ചെയ്തിരുന്നവർക്കുമൊക്കെ ഇന്നലെ ഒരു അടിയന്തര വിമാനം എത്തിയിരുന്നു. 127 യാത്രക്കാരായിരുന്നു അതിലുണ്ടായിരുന്നത്. അപ്പോൾ അബുദാബിയിലേക്ക് അടക്കമുള്ള വിമാന സർവീസുകൾ ഇന്നൊരു പക്ഷേ പുനരാരംഭിക്കാൻ സാധ്യതയുണ്ട്. ഒരു 9:30 കൂടി തന്നെ ഇതുമായി ബന്ധപ്പെട്ട് സിയാലിൻ്റെ ഒരു ഔദ്യോഗിക പ്രതികരണം, ഇന്നത്തെ ഷെഡ്യൂൾ അല്ലെങ്കിൽ ഇന്ന് ലിസ്റ്റ് ചെയ്തിരിക്കുന്ന വിമാനങ്ങളുടെയൊക്കെ ഒരു ഷെഡ്യൂൾ വരുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇന്ന് തന്നെ ഒരു പക്ഷേ മറ്റ് ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ള വിമാനമൊക്കെ തന്നെ, വിമാന സർവീസുകളൊക്കെ തന്നെ തുടങ്ങിയേക്കാം. കഴിഞ്ഞ 2-3 ദിവസമായി പോകാൻ പറ്റാതെ, അല്ലെങ്കിൽ നമ്മൾ 2 ദിവസം മുൻപ് എയർപോർട്ടിൽ വന്നപ്പോഴൊക്കെ നമ്മൾ കണ്ടിരുന്നു വലിയ തിരക്ക്. ഇവിടെ പോകാൻ പറ്റാതെ ആശങ്കയിലായിരിക്കുന്ന വലിയ ആളുകൾ, ഒരുപാട് ആളുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവർക്കൊക്കെ വലിയ ആശ്വാസവും, പറഞ്ഞ പോലെ തന്നെ വലിയ ആശ്വാസമായിരിക്കും ഈ വിമാന സർവീസുകൾ പുനരാരംഭിക്കുക എന്നത്. അപ്പോൾ വിമാന സർവീസുകളൊക്കെ ഇന്നു മുതൽ അല്ലെങ്കിൽ ഭാഗികമായി ആരംഭിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ ഇന്നോ നാളെ കൂടി തന്നെ പൂർണ്ണമായും എല്ലാ തരത്തിലും സജ്ജമാകുമെന്നാണ് മനസ്സിലാകുന്നത്. സിയാലിൻ്റെ ഒരു ഔദ്യോഗിക പ്രതികരണം ഇതുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ, അല്ലെങ്കിൽ ഇന്നത്തെ ഷെഡ്യൂൾ ലിസ്റ്റ് വരുമ്പോഴായിരിക്കും മറ്റേതൊക്കെ വിമാന സർവീസുകളാണ് പുനരാരംഭിച്ചിട്ടുള്ളത് എന്ന് മനസ്സിലാകും. ഏതായാലും ഇപ്പോൾ ഭാഗികമായി ചില വിമാനങ്ങൾ ചില രാജ്യങ്ങളിലേക്കുള്ളത്, ചില ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ളത് ആരംഭിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ ഇന്ന് തന്നെ മറ്റ് ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ളതും ആരംഭിക്കുമെന്നാണ് മനസ്സിലാകുന്നത്. ഒപ്പം തന്നെ ഗൾഫ് രാജ്യങ്ങളിൽ നിന്നുമുള്ള വിമാനങ്ങൾ ഇങ്ങോട്ടേക്കും വരുന്നുണ്ട്. അപ്പോൾ അവിടെ മറ്റ് ആശങ്കയിലും മറ്റും കഴിഞ്ഞിരുന്ന ആളുകൾ, അല്ലെങ്കിൽ ഇന്നലെ വന്നവരൊക്കെ പറഞ്ഞിരുന്നത് വലിയ പ്രശ്നമില്ലായിരുന്നു, വലിയ നല്ല രീതിയിലുള്ള ഹോസ്പിറ്റാലിറ്റി അടക്കമായിരുന്നു അവർക്ക് അവിടെ വിമാനത്താവളത്തിലടക്കം കുടുങ്ങിക്കിടന്നവർക്ക് ലഭിച്ചതെന്നായിരുന്നു പറഞ്ഞിരുന്നത്. ഏതായാലും അപ്പോൾ അവിടെ നിന്നുള്ള വിമാനങ്ങൾ ഇങ്ങോട്ടേക്കും വരുന്നുണ്ട്. അപ്പോൾ ആശങ്കയൊഴിയുന്നു, യാത്രക്കാർക്ക് ആശങ്കയൊഴിയുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളതെന്നാണ് മനസ്സിലാവുന്നത്. അത് ഒരല്പം ആശ്വാസകരം തന്നെയാണ്.